In the name of God Almighty, the most merciful and the most benevolent, most respected leading light of this great institute, Reverend and respected Arun Shadriya sir, respected alumni of this great institute, your dearest and most respected teachers, parents, and my dearest students. Rather than calling you students, I would love to address you as, the former host of the ceremony addressed, my dearest Shabrians, a very good evening to one and all. Sadharana, I come from an engineering college. ഞങ്ങളെ കുട്ടികളെ മെയ്സിയൻസ് എന്ന് വിളിക്കുമ്പോഴാണ് അവരുടെ മുഖങ്ങൾ തിളങ്ങുന്നതായി കാണാറുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഷബരിയൻസ് എന്ന് വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്കും ഇഷ്ടമാണ്, ആണോ? സാറിന്റെ ക്ലാസ്സിൽ മുന്നേ ഇരുന്നിട്ടുള്ളവർ ഒന്ന് കൈവെക്കോ? ആഹാ, ലെഫ്റ്റ് സൈഡ് മെജോറിറ്റി. ഓക്കെ, ഫൈൻ, ഗുഡ് ഹാൻഡ്സ് അപ്പ്. ആദ്യമായി തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് കാഴ്ചവെച്ച് സ്വമേധയാ പ്രൂവ് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സാറിന്റെ ഏറ്റവും മികച്ച അഭിനന്ദനങ്ങൾ. ഹാർഡിയസ്റ്റ് കൺഗ്രാജുലേഷൻസ് ഫ്രം മൈ സൈഡ്. നേരത്തെ ശബരി സാർ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വന്നത് വഴിതെറ്റി വന്നവനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആയതുകൊണ്ട് തന്നെ ജെന്നാൽഫ ന്യൂജൻ നിങ്ങളാകുന്ന ഓരോരുത്തരും ഈശ്വരന്റെ വിധിവിലക്കുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ നിയോഗം എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ ഓരോ മനുഷ്യനും വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഒരു തൈക്കാനാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഞാൻ ഇറങ്ങി വന്നത് മുതൽ ഇതുവരെ സാറിനെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഇത്താടെ കല്യാണത്തിന് എൻ്റെ വാപ്പ നിൽക്കുന്നത് പോലെയാണ്. കാരണം കയറി വരുന്ന ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ വേണ്ടി അടുത്ത ലെവൽ ഓഫ് ലിവിങ്ങിലേക്ക് അവരെ പറഞ്ഞയക്കാൻ കാരണവരുടെ എല്ലാ നേതൃത്വവും തോളിലേന്തി നിൽക്കുന്ന ആ മനുഷ്യന് ഒരു മികച്ച കയ്യടി കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു. So my dear students, youngest brothers and sisters, ഇന്ന് നിങ്ങളുടെ ഡേ ആണ്. അധികം ഒന്നും അപഹരിക്കുന്നില്ല. My dear students, I have just 3 things to give away. മൂന്ന് കാര്യങ്ങൾ. And my dearest parents, നിങ്ങൾക്കും മൂന്ന് കാര്യങ്ങൾ. ആ ജസ്റ്റ് 3 കാര്യങ്ങൾ ചെവികൾ കൊണ്ട് കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശബരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപക്ഷെ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞൊരു മുഹൂർത്തം, അത് നിങ്ങളിൽ ഉണ്ടാക്കേണ്ട ഇമ്പാക്ട് വളരെ വലുതാണ്. RCCയിലെ ഡോക്ടർ, ലേഡി പോലീസ് ഓഫീസർ, സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി സ്വമേധയാ പഠിച്ച് തയ്യാറായി വന്ന പ്രൂവ് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട 3 കാര്യങ്ങൾ പറയുന്നു സാർ ഇവിടെ നടന്നു. നമുക്ക് ഐ ഹാവ് ജസ്റ്റ് ഒരു മൈക്ക് ഈ താഴെ ഉള്ളവർക്കൊന്ന് കൊടുക്കണം. അലൂമിനൈ ഐ ഹാവ് ജസ്റ്റ് 1 question. ഓക്കെ, പെട്ടെന്ന് മാം ഒന്ന് ഞെട്ടുണ്ടോ? ഓക്കെ, കാരണം പണ്ടേ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലാണ്. ഐ വുഡ് ജസ്റ്റ് ലവ് ടു നോ ഫ്രം ദെയർ. Okay, one simple question.
studies, what did you get from Shabariya? ഒറ്റ വാക്യം പറയാമോ? ക്വസ്റ്റ്യൻ, ശബരിയിൽ നിന്ന് കൊണ്ടുപോയത് എന്തായിരുന്നു? ശബരിയിൽ നിന്നും കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇവിടുത്തെ സാറന്മാര്, ബേസിക്കലി എനിക്ക് ആര്യൻ സാറിനോടാണ് നന്ദിയുള്ളത്. നമ്മുടെ ലൈഫിൽ ഓക്കെ നമ്മുടെ പാരൻസ് ബ്രദേഴ്സ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ നല്ലതിന് വേണ്ടി നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടായാൽ അതിന് സന്തോഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരിൽ എന്തായാലും സാറ് വരും. ഞാൻ അവിടെ പഠിച്ചതല്ലാതെ ഞാൻ അവിടെ അടുത്ത് നല്ലൊരു പോയിന്റ് സ്നേഹിക്കാൻ പഠിച്ചു. എനിക്ക് ഇപ്പൊ കിട്ടിയത് പോലെ അനുശാസനം തന്നെയാണ്. എപ്പോഴെങ്കിലും നമ്മള് ലൈഫിൽ ഒന്ന് സ്റ്റക്കായി പോയാൽ നമുക്കൊന്ന് മോട്ടിവേറ്റ് ആയി ഒന്ന് പൊങ്ങി കോൺഫിഡൻസ് പോകും. ഞാൻ ശരിക്കും വ്യത്യസ്തമായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അപമാനത്തിൽ കൂടെ പങ്കിടുന്ന ആളാണ്. അതായത് ഒരു ടെസ്റ്റ് പേപ്പർ എടുക്കുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ 25 24 കിട്ടുന്ന ആൾക്ക് 4 അടി അല്ലെങ്കിൽ 5 അടി കൊടുക്കുന്ന സാറ് ഞങ്ങൾക്ക് ഒരു 3 മാർക്ക് 4 മാർക്ക് മേടിക്കുന്ന ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ തന്നാലുകളാണ് ഇരുന്നോ എന്ന് പറയുന്ന ഒരു അപമാനം ഉണ്ടായിരുന്നു. ആ അപമാനത്തിൽ നിന്ന് പഠിച്ചു വന്ന ആൾക്കാരാണ്. സോ സാറിന് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം ശ്രദ്ധിച്ചു കേൾക്കുമോ? Can you all hear with your hearts? ചുരുങ്ങിയ സമയം, okay, just 3 points. മൗണ്ട് എവറസ്റ്റ് എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഗുഡ്. മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് ആർക്ക് പറയാൻ പറ്റും? പിന്നെയും ചോദ്യം സാർ, ഇനി വേണ്ട സമ്മാനം തരും. No mobiles. Okay. Mount Everest is the height 8848, 8,848 meters. ആരാ ആദ്യം കീഴടക്കിയത്? പാലോട് ശശിയാണ്. ആൻസേഴ്സ്? ഓക്കെ. ടെൻസിംഗ് നോർവേ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഗ്യം, ആരും കഴിക്കില്ല. There was a person called Tenzing Norway. He used to climb small mountains. ചെറിയ കുന്നുകളാണ് കയറുക. അങ്ങനെ ലൈഫിൽ ഒരു വലിയ ടാർഗറ്റ്. ജിഹാദ്. സാറ് പറഞ്ഞു കൊടുക്കും. സോ ജിഹാദിന്റെ ലൈഫിൽ വന്ന ഒരു പോയിന്റ് ആണ് ടെൻസിംഗ് നോർവേയുടെ മുന്നിൽ വന്നൊരു പോയിന്റ്. ഒരു കുഞ്ഞു മൗണ്ടനിൽ നിന്നിട്ട് കേറുമ്പോ തെന്നി മുമ്പിൽ താഴെ വീണു. താഴെ വീണ് വന്നപ്പോ കാണാം കൂട്ടുകാരൻ ഒരു ചോദ്യം ചോദിച്ചു, ടെൻസിംഗ്, നിന്നെ കൊണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല എന്നുള്ള ഒരു ആൻസർ ആയിരുന്നു. പക്ഷെ ടെൻസിംഗ് പറഞ്ഞ് ലെറ്റ് മി ട്രൈ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. യു നോ, 1000 മീറ്റർ കഴിയുമ്പോ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോ പ്രഷർ കൂടും. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങും. കുറച്ചുകൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് അത് താങ്ങാൻ കഴിയില്ല. അതിനെ അവഗണിച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ ലങ്സ് ക്ലോട്ടഡ് ആയി ഹാർട്ട് ബേസ്റ്റ് ചെയ്ത് ചോര പൊഴിഞ്ഞുകൊണ്ട് നമ്മൾ മരിച്ചു. അതുകൊണ്ടാണ് അത് കയറാനുള്ള ബുദ്ധിമുട്ട്. ടെൻസിംഗ് നോർവേ ഈ ഒരൊറ്റ സെന്റൻസ് കേട്ടിട്ട് ഈ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ്. Day 1, day 2, day 3, day 8, day 10, day 15, he repeatedly did it. അങ്ങനെ ഒരു ദിവസം നോർവേ വാസ് റെഡി ടു ക്ലൈംബ്. റെഡിയായി. എത്രയോ മാസങ്ങളുടെ പരിശീലനം കംപ്ലീറ്റ് റെഡിയായ ശേഷം the entire media of the world, including CNN, അന്നുള്ള എല്ലാ ചാനൽസും താഴെ വന്ന് നിൽക്കുകയാണ്. കാരണം ലോകത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്നുവരെ ഒരു മനുഷ്യൻ ഡെയർ ചെയ്യാത്ത അത്രയും വലിയ ടാസ്ക് ഇദ്ദേഹം ഇങ്ങനെ കയറാൻ പോവാണ്. താഴെ ടെൻസിംഗ് ഉണ്ട്, ഗുഡ് ബൈ പറഞ്ഞു, ഷീൽഡ് എടുത്തു വെച്ചു. ദ ജേർണി സ്റ്റാർട്ടഡ്. താഴെ നിന്നുള്ള ഏരിയൽ ക്യാമറയിലൂടെ എല്ലാവരും വിഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, 1000 കഴിഞ്ഞു, 2000 കഴിഞ്ഞു, 3000 കഴിഞ്ഞു, 4000 കഴിഞ്ഞു, 5000 കഴിഞ്ഞു, 6000 കഴിഞ്ഞു, 8000 കഴിഞ്ഞു. ആർത്തുവിളികളും ലോക ജനതയിൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന എല്ലാവരും എല്ലാ നാടുകളിൽ നിന്ന് എത്തിച്ചേരുമ്പോൾ 8100 മീറ്ററിന് ശേഷം ലോകം കണ്ടത് നോർവേയിന്റെ ചെവിയിലൂടെ ഊർന്നിറങ്ങുന്ന രക്തം. ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ബ്ലഡ് ഊസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1-2 നിമിഷം മാത്രമാണ് മുന്നിൽ പോകുന്നത്. ടെൻസിംഗ് 8200 മീറ്റർ കഴിഞ്ഞു. 200 മീറ്റർ മൂക്കിലെ വൈറ്റ് ഷീൽഡിൽ മുഴുവൻ ബ്ലഡ് ആയിട്ട് ടെൻസിംഗിന്റെ മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ക്ലോത്ത്. ടെൻസിംഗിന് ഒരടി മുന്നോട്ടെടുത്ത് വെക്കാൻ വയ്യ. തിരിച്ചു വന്നാൽ 8200 മീറ്റർ പരാജിതനായി അദ്ദേഹം ഇറങ്ങേണ്ടി വരും. മുന്നേ പോയി കഴിഞ്ഞാൽ ജീവിതം അപകടത്തിലാണ്. നിങ്ങൾ ഐ യൂസ് ടു ഷോ ദ വീഡിയോസ്. ഒരു മൗണ്ടൻ കയറുന്നതിനേക്കാൾ ഡിഫിക്കൽട്ടാണ് ഇറങ്ങുന്നത്. 100 പേര് മൗണ്ടൻ ക്ലൈംബിങ്ങിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ 95 പേരും ഇറങ്ങുന്നതിലാണ് സ്ലിപ്പായി വീണ്ടും. പക്ഷെ ടെൻസിംഗ് സംവേദന താഴെ ഇറങ്ങിയ ടെൻസിംഗിനെ ലോക മീഡിയ കൈയടിച്ച് സ്വീകരിച്ചു. എല്ലാവരും പറഞ്ഞു, ടെൻസിംഗ് യു ഹാവ് ഡൺ ഇറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരു 200 മീറ്റർ 8200 മീറ്റർ കയറിയ ടെൻസിംഗിന് 200 മീറ്റർ ഇസ് എ പീസ് ഓഫ് കേക്ക്. ഒരു 200 മീറ്റർ ദാറ്റ് ഈസ് നോ വേ ഔട്ട് മാൻ, യു ഹാവ് ഡൺ ഇറ്റ്. പക്ഷേ ടെൻസിംഗിന്റെ ഉള്ളിൽ ഒരു ഗുഡ് ഫീലിംഗ് ആണോ അതോ ബാഡ് ഫീലിംഗ് ആയിരിക്കും? ബാഡ് ഫീലിംഗ്. ടെൻസിംഗ് എല്ലാവരും ടെൻസിംഗിന് പ്രചോദനം നൽകി കൈയടിച്ചിരുന്നുവെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പരാജയം. അങ്ങനെ മീഡിയയ്ക്ക് ഒന്നും പറയാതെ തിരിച്ചു പോകുന്ന ടെൻസിംഗ്. ഞാൻ പോവാണ്. ഒരു ജേർണലിസ്റ്റ് എല്ലാ കൂട്ടത്തിനും ഇടയിൽ നിങ്ങളെ സ്ക്രാച്ച് ചെയ്യാൻ ഒരാൾ കാണും. അത് ജീവിത പാഠമായിരിക്കും. ഒരു ജേർണലിസ്റ്റ് അവര് ടെൻസിംഗിനോട് ഒരു ചോദ്യം ചോദിച്ചു, മിസ്റ്റർ ടെൻസിംഗ് ഇപ്പോഴും പറ്റിയില്ലേ നമ്മളെ മലയാളത്തിൽ? അപ്പൊ ടെൻസിംഗ് പറഞ്ഞു, ഐ ഹാവ് നത്തിങ് ടു ടെൽ യു. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുമില്ല. ടെൻസിംഗ് നേരെ എവറസ്റ്റിന് നേരെ തിരിഞ്ഞു. ഇനി എന്റെ അനുജത്തിമാർ ശ്രദ്ധിച്ചു. ടെൻസിംഗ് ആ മലയെ നോക്കി പറഞ്ഞ ഒരേ ഒരു സെന്റൻസ് ഇന്ന് നിങ്ങളുടെ ടേക്ക് അവേ ആയിരിക്കും. ടെൻസിംഗ് എവറസ്റ്റിനോട് നോക്കി പറഞ്ഞ ഒരേ ഒരു വാക്ക്, ഡിയറസ്റ്റ് എവറസ്റ്റ്. നമ്മളൊരു ആളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഡിയറസ്റ്റ് എവറസ്റ്റ്, I shall grow and conquer you. ഞാൻ വളരും, നിന്നെ കീഴ്പ്പെടുത്തും. Because you did not grow. നീ വളരില്ല. ജോഗ്രഫിക്കൽ ഗ്രോത്ത് ഇത്തിരി പോലെ കാണുള്ളൂ. പക്ഷെ ഞാൻ വരും. One day I will conquer you out. ഒറ്റ സെന്റൻസ്, ഒന്നും മിണ്ടിയില്ല, തിരിച്ചു. 3 വർഷങ്ങൾക്കപ്പുറം ലോകം കണ്ടത് 8848 മീറ്ററുകൾ കീഴടക്കുന്ന സ്വന്തം സുഹൃത്തിനെയും കൂടെ കൊണ്ടുപോയി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർവേയാണ്. നമുക്ക് ഓരോരുത്തർക്കും ചരിത്രത്തിലൂടെ കാണാൻ പറ്റും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരൊറ്റ കാര്യം, ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. നിങ്ങൾക്ക് പുസ്തകങ്ങളുണ്ടോ ഇല്ലയോ? അതേ ഉള്ളൂ സാർ. ടെക്സ്റ്റ് ബുക്കിലെ പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഒരു കൊല്ലത്തേക്ക് നിശ്ചയിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വളരുമോ? എവിടെയെങ്കിലും അങ്ങനെ വളർന്ന ചരിത്രം ഉണ്ടാവും? ഇന്നെന്റെ പേജിൽ 30 പേജുകൾ കൂടിയിരിക്കുന്നു എന്റെ ടെക്സ്റ്റിൽ. അങ്ങനെ ആരെങ്കിലും ഇല്ല. ബുക്കിനെ നോക്കി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണം, I shall conquer you once because you do not grow. I have the ability to. തീർച്ചയായിട്ടും മക്കളടാ, ലിസൺ മീ. ഒരൊറ്റ കുട്ടി പോലും വിശേഷ ബുദ്ധി ഈശ്വരൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അവൻ മണ്ടനല്ല.
അവൻ മണ്ടിയല്ലേ. യു ഹാവ് ദ എബിലിറ്റി. പക്ഷെ തിരിച്ചറിയണം, ഡേ ആൻഡ് നൈറ്റ് ഇംപ്രവൈസ് ആവണം. ഇന്നലത്തേക്കാൾ ഇന്ന് നിങ്ങൾ മെച്ചപ്പെടണം. കാരണം വേദിയിൽ ഇരുന്നവരെ പോലെ നിങ്ങൾക്ക് തീർച്ചയായും സഞ്ചരിക്കാൻ ഇനി ദിവസം. അതുകൊണ്ട് സെക്കൻഡ് തിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യത്തെ സാധനം, ചാമ്പ്യൻസ് ഉണ്ടാകപ്പെടുന്നത് എഫർട്സിലൂടെ അല്ല, ചാമ്പ്യൻസ് ഉണ്ടാകപ്പെടുന്നത് നെവർ ഗീവ് അപ്പ് എന്ന പോളിസിയാണ്. വിട്ടുകളയാണ്. അതാണ് എപ്പോഴും ലൈഫിൽ വേണ്ടത്. തോറ്റുപോയി ഒരു വിഷയമില്ല, ഗോ സ്റ്റഡി അഗൈൻ അഗൈൻ അഗൈൻ. വിട്ടുകളയാണ്. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിലേക്ക് ഇനി കാലെടുത്ത് വെക്കുന്ന കുറച്ച് നല്ല മക്കളുണ്ടോ? ജീവിതത്തിൽ നമ്മൾ വീഴൂല്ലയോ? വീഴും. റെസിലിയൻസ്. വീണ് കഴിഞ്ഞാൽ ഉടനെ ചാടിയടിക്കും. വീഴും, ഉറപ്പായും വീഴും. പക്ഷെ അവിടെ കിടക്കണം. ചാടിയടിക്കണം. The next day is yours. ഏറ്റവും ലാസ്റ്റ്, നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ആ കാര്യത്തിനെ പറഞ്ഞ് ഞാൻ പാരന്റ്സിനുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഇതിൽ എത്ര പേർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. അരക്കൈ, കാൽക്കൈ, മുക്കാൽക്കൈ, ഫുൾക്കൈ. ഓക്കെ, സൂത്രവാക്യം നട്ടെ ശ്രദ്ധിച്ചോ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്ന ഏറ്റവും വലിയ ക്യാരക്ടർ അത് ഗുരുത്വമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സാധനവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേദവ്യാസൻ 4 വരികളിൽ സുന്ദരമായി അതിനെ പറയുന്നു. ഇങ്ങനെയാണ് ആ വരികൾ. മൂകം കരോതി വാചാലം പങ്കുൻ ലംഘയേതി യത്കൃപാ തമഹം ഗുരുവന്ദേ പരമാനന്ദ മാധവ. മൂകം കരോതി വാചാലം. മൂകൻ, ഒന്നും സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത, സ്വന്തം അമ്മയെ ഉറക്കെ ഒന്ന് അമ്മ എന്ന് വിളിക്കാൻ കഴിവില്ലാത്ത, ഭാഗ്യം ലഭിക്കാതെ പോയ അവർ ആരോഗ്യം സംസാരിക്കും. ലൈക്ക് എ വൊറേഷ്യസ് സ്പീക്കർ. വാചാലമായി അവർ സംസാരിക്കും. പങ്കുൻ, ചട്ടുകാലൻ, കാല് വയ്യാത്തവൻ, വിത്ത് ബ്രോക്കൻ ലെഗ്, അവൻ എന്ത് ചെയ്യും? എവറസ്റ്റ് കീഴടക്കും. ഇത് രണ്ടും അത്ഭുതങ്ങളാണോ അല്ലയോ? ആണോ അല്ലയോ? ഒന്നും സംസാരിക്കാൻ ആൾക്കാർക്ക് സംസാരിക്കാൻ കഴിയില്ല. ചട്ടുകാലം ഒരിക്കലും എവറസ്റ്റ് കീഴടക്കാൻ കഴിയില്ല. എങ്കിലും ഇത് രണ്ടും പോസിബിൾ ആണ്. എപ്പോഴും അറിയോ? യത്കൃപ തമഹം ഗുരു വന്ദേ. ഗുരുവിനെ വന്ദിക്കുന്നതിനാൽ ഗുരുകൃപ നമുക്ക് ലഭിക്കും. പരമാനന്ദ മാധവ, ഈശ്വരന്റെ സന്തോഷവും തൃപ്തിയും നമുക്ക് കരസ്ഥമാക്കാം. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, മക്കളുടെ I have nothing much to give to you. നിങ്ങൾ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കണം, ഒക്കെ വിട്ടോ. പക്ഷെ just one thing, ആദ്യത്തെ ഗുരുവായ അമ്മയിൽ നിന്ന് തീർച്ചയായും നിങ്ങൾ തുടങ്ങണം. എൻ്റെ ഭാര്യയുടെ മാതാവ്, അവരുടെ പിതാവ്, അവർ രണ്ടുപേരും ഈ കോവിഡ് സീസണിൽ ഒരു വലിയ ചലഞ്ച് ഏറ്റെടുക്കുന്നു. അതിലെ ഭാര്യയുടെ പിതാവ് ഈ കോവിഡ് വന്നിട്ടാണ് മരണപ്പെടുന്നത്. കോവിഡിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ. അപ്പോൾ ആ കുടുംബം മുഴുവൻ കോവിഡിലായി. ഞാനാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ക്വാറന്റൈനിലായിരുന്നു. എൻ്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ US-ലാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്ട്രിക്റ്റ് വാണിംഗ് ഉണ്ട്, മോനെ വീട്ടിൽ കയറരുത്. കാരണം എൻ്റെ ഭാര്യയുടെ പിതാവ്, ഫാദറിലോ, ഹെവി ഡയബറ്റിസ് കോവിഡ് ന്യൂമോണിയ വന്നിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർക്ക് അന്ന് കോവിഡ് ന്യൂമോണിയ വരാനുള്ള ചാൻസ് വളരെ വലുതായിരുന്നു. അപ്പോൾ എനിക്ക് സ്ട്രിക്റ്റ് വാണിംഗ് ആണ്, വീട്ടിൽ കയറരുത്, ഉമ്മ അപ്പാൻ നോക്കണം. ഞാനൊക്കെ ശരി പറഞ്ഞു. ക്വാറന്റൈനിലായി. 1 week I was okay. ഒരാഴ്ചയ്ക്ക് പ്രശ്നമില്ല. I asked my friends, ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ബിലോങ് ടു മെഡിക്കൽ ഫാമിലി.
അപ്പോൾ അവളുടെ കൺസേണിനോടുകൂടി ഞാൻ വന്നു. ഉമ്മയെ കണ്ടു, ഉമ്മാടുത്തിരുന്നു. ഞാൻ ഉമ്മയുടെ മോനാണ്, ഒരു ഉമ്മി ബോയ് എന്നൊക്കെ നിങ്ങൾ പറയില്ലേ. എൻ്റെ ഉമ്മാടുത്തുള്ള നേരെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഓടി വന്ന് ഉമ്മയായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മണം കിട്ടുന്നില്ല. അപ്പോൾ ഐ വാസ് ഷോക്കിലായിരുന്നു. കുറച്ചാണ് നല്ല പറ്റിയത്. കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് രുചിയും കിട്ടുന്നില്ല. ഞാൻ ഉടനെ കൂട്ടുകാരനെ വിളിച്ചു, എടാ ഇങ്ങനെ ഒരു കേസ്, നീ ഒന്നും ചെയ്യണ്ട, യു സിറ്റ് അറ്റ് ഹോം, ഐ വിൽ സെൻഡ് ലാബ് പീപ്പിൾ. അങ്ങനെ ലബോറട്ടറി പീപ്പിൾ വീട്ടിൽ വന്നു, സാമ്പിൾ കളക്ട് ചെയ്തു. അന്ന് 24 മണിക്കൂർ എടുക്കും. പിറ്റേ ദിവസം റിസൾട്ട് വന്നു, ഞാൻ കോവിഡ് പോസിറ്റീവ്. അപ്പോഴത്തേക്കും ഞാൻ ഉമ്മാടെയും പാപ്പാടെയും കൂടെ നന്നായി ഇളകി മറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ കുറ്റബോധം എന്നെ ഇരിക്കാൻ അനുവദിച്ചു. ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു, ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ 3 പേരും 3 റൂമിലായില്ല, ഒരു വീട്ടിൽ ഇന്ന് വരെ അങ്ങനെ ഇരുന്നിട്ടില്ല. ഞാൻ ആ രാത്രി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ജീവിതത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച്, നാളെ എനിക്കുണ്ടോ, ഈ കോവിഡ് എന്നെയും കൊണ്ടുപോകുമോ, എൻ്റെ ഉമ്മാക്ക് കോവിഡ് വരുമോ, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എങ്ങനെ ഉറങ്ങി. ഞങ്ങൾ പഴയ വീടാണ്, വളരെ ഓൾഡ് ഹൗസ്, 1900-ലുള്ള തറവാടാണ്, 125 വർഷമാണ്. നിങ്ങൾ ഈ പഴയ വീട് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വാതിലിൻ്റെ മേലെ ഒരു കുഞ്ഞു ജനലാണ്. ആ ജനലിൽ കൂടെ ഇങ്ങനെ കൈയിട്ടാൽ നമ്മുടെ കൊളുത്തെടുക്കാൻ കഴിയും. ഞാനിങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ ആരോ കൊളുത്തെടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ണു തുറന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ആരോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ അധികം ശ്രദ്ധിച്ച്, പെട്ടെന്ന് ആരോ എൻ്റെ കാലിൽ പിടിച്ച്. ഞെട്ടി ഉണർന്ന ഞാൻ കണ്ടത്, ഞാൻ അടച്ചുപോയ വാതിലിൽ നിന്നും ശക്തമായ താക്കീതുകൾ അവഗണിക്കാതെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന എൻ്റെ ഉമ്മയാണ്. ഞാൻ ആ ഉമ്മയെ ഞാൻ കാണുമ്പോൾ ഞെട്ടിപ്പോയി. ആ പെട്ടെന്ന് കാലിങ്ങനെ വലിച്ച്, എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ കാലിങ്ങനെ വലിച്ച് ഉമ്മച്ചിയെ അവൾ വിളി വിളിച്ചു. കാരണം ഉമ്മച്ചിക്ക് ഡയബറ്റിക്കാണ്, കോവിഡ് വന്നിട്ട് ഇപ്പോ ഫാദറെല്ലാം മരണപ്പെട്ടതേ ഉള്ളൂ, ഇതൊക്കെ ഉമ്മച്ചിക്ക് അറിയും. ഞാനിങ്ങനെ കാലിങ്ങനെ വിളിച്ചിട്ട് ഉമ്മച്ചിയോട് ചോദിച്ചു, ഉമ്മച്ചി കോവിഡ് വരുമോ? ഉമ്മച്ചി എന്നെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ എന്താ അറിയാം, പക്ഷേ ഉമ്മച്ചിക്ക് ജീവനുള്ളപ്പോ എന്റെ മുഖത്തേക്ക് കിടക്കരുത്. This was the sentence. So my dear students, ഇതാണ് ഉമ്മ, ഇതാണ് മാതാവ്. They died for us. അവരെ പ്രൗഡാക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞില്ല എങ്കിൽ ഈ ജന്മം കൊണ്ട് വേറെ ഒരു ഉപയോഗമില്ലാന്ന് സാർ പറഞ്ഞു. I was proud enough to see Anirudh here on stage. സാറ് ഭയങ്കര പ്രൗഡായിട്ടാണ് സാറ് പറഞ്ഞത്, ദാദാ എന്റെ മോനാണ്. നിങ്ങളെ ഓരോരുത്തരെയും മക്കളായി കാണുമ്പോഴും സ്വന്തം മകൻ സ്റ്റേജിൽ വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു പിതാവിന്റെ കുളിർമ എന്ന് പറയുന്നത് that is something great. ആയതുകൊണ്ട് ഈ വേദിയിലിരുന്ന് നല്ലൊരു സ്ട്രോങ്കസ്റ്റ് തീരുമാനം നിങ്ങൾ എടുക്കണം. സ്ട്രോങ്കസ്റ്റ് തീരുമാനം. I shall make my parents proud. എടുക്കുമോ? Yes or no? Either a big yes അല്ലെങ്കിൽ big no. Yes or no? മക്കളെ, എങ്കിൽ it is done. It is done. എൻ്റെ ഉപ്പ ഈ അടുത്താണ് മരണപ്പെട്ടത്. മാതാപിതാക്കൾക്കുള്ള എൻ്റെ ലാസ്റ്റ് അഡ്വൈസ്, മാതാപിതാക്കൾ ഒന്ന് കൈവക്കോ? ഓക്കെ, ആൺമക്കൾ മാത്രമുള്ളവരൊന്ന് കൈവക്കേ? ഓക്കെ, ഫൈൻ. സാധാരണ കൗൺസിലിങ്ങിന് ഞാൻ അവസാനമായിട്ട് ഈ പറഞ്ഞു നിർത്താണ്. കൗൺസിലിങ്ങില് പാരന്റ്സ് വരും. പാരന്റ്സ് വന്നിട്ട് ഈ ആൺമക്കൾ മാത്രമുള്ള അമ്മമാരുടെ മക്കളുടെ അമ്മമാരാണ് വരാം. അവർ വന്നിട്ട് എന്നോട് പറയും, സാറേ ഈശ്വരന്റെ ചതി ഞാൻ എന്തു ചെയ്തു സാറേ, ഒന്ന് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ എനിക്കൊരു പെൺ തരിക ഈശ്വരൻ.
അപ്പൊ ഞാൻ പറയും ഓക്കെ ശരി, എന്താണ് കാര്യമൊക്കെ കേൾക്കും, സമാധാനമൊക്കെ കൊടുക്കും, അവർ പോകും. ഇനി അടുത്ത സെറ്റ് വരും, പെൺമക്കൾ മാത്രമുള്ളവർ നോക്കി. ആ ഞാൻ ചോദിക്കും എത്ര മക്കള്? സാറേ ഒന്നും പറയണ്ട സാർ. ഞാൻ പറയും എന്ത് പറ്റി? 3 പെണ്ണാണ്. ഞാൻ അതിലെന്താ വിഷയം? സാറേ ഇതിനൊക്കെ നേരാവണ്ണം നിർത്താൻ ഒരാന്തരി അതെനിക്ക് റബ്ബ് തന്നില്ല. അതുകൊണ്ട് ഭയങ്കര ദുഃഖമാണ് സാർ, ഈശ്വരൻ എന്നോട് ഈ ചതി കാണിച്ചത്. ഞാൻ പറയും ശരി, നമുക്ക് നോക്കാം. ഇനി ആൺമക്കളും പെൺമക്കളും വരുന്നവരൊക്കെ ഇനി ഇവരും വരും. ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ട്? സാറേ 2 മോനും 1 മോളും. ഞാൻ പറയും മോനും മോളും ഉണ്ടോ? എന്ത് പറയാൻ സാർ, കീരിയും പാമ്പും ഈശ്വരൻ ഒരു വീട്ടിലുണ്ട്. ഇതിൽ ഏതായാലും നമുക്ക് വിഷയമാണ്. ഈ 3 കോമ്പിനേഷൻ അല്ലാതെ വേറെ കോമ്പിനേഷൻ ഉള്ള മക്കള് പ്രോബബിലിറ്റി പഠിക്കുന്നില്ല നിങ്ങൾ? ഇത് 3 അല്ലാതെ വേറെ കോമ്പിനേഷൻ പോസിബിൾ ആണോ? എങ്കിൽ അമ്മമാര് കേൾക്കണം, ഒരു കോമ്പിനേഷൻ ഉണ്ട്, അത് മക്കളില്ലാതിരിക്കുന്നത്. ഈശ്വരൻ അവരിൽ നിന്ന് മാറ്റിയിട്ട് the greatest gift that you can get in this world is your representative. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിനിധി. നിങ്ങൾ ചുരുങ്ങിയ കാലം ഇവിടെ ജീവിക്കും. എനിക്കൊന്നും അരുണി സാർ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാനിത് ഇപ്പോഴേ സ്റ്റേജിൽ കയറി കഴിക്കും. അതുപോലെ അടുത്ത തലമുറ, എന്റെ ചോര എന്റെ രക്തം, ഈ നാടിനു വേണ്ടി എനിക്ക് സമർപ്പിക്കാൻ കഴിയുന്ന, ഈ ഇന്ത്യക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതെന്റെ മകൻ, അതെന്റെ മകൻ. സോ മൈ ഡിയറസ്റ്റ് പാരന്റ്സ്, ആ മക്കളെ എന്തോരം എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ അത്രയും കൊടുക്കണം. അതിൽ ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം, ശക്തമായ വേരുകൾ കൊടുക്കണം, ശക്തമായ ചിറകുകൾ കൊടുക്കണം. ഇപ്പൊ എബ്രോഡ് സ്റ്റഡീസിന്റെ കാലഘട്ടമാണ്, നോ ഇഷ്യൂ, മക്കളെ വിട്ടോ. പക്ഷേ വിടേണ്ടത് ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടി ആയിരിക്കണം. അല്ലാതെ കുടുംബം വിട്ടിട്ടുള്ള 50 ലക്ഷം രൂപ ബാങ്കിൽ കാണിച്ചിട്ടായാലും മക്കൾക്ക് ക്ലിയർ കട്ട് ഗോൾ കൊടുക്കണം. മുന്നടാ സ്റ്റേറ്റ്സിൽ പോണോ, കേംബ്രിഡ്ജിൽ പഠിക്കണോ, 10ാം ക്ലാസ്സിൽ ഗോൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് പറയണം ഇതാ കേംബ്രിഡ്ജ്. +2 കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് US കേംബ്രിഡ്ജിന്റെ എക്സാം ഉണ്ട്. ആ എക്സാമിന് അപ്പിയർ ചെയ്ത് സ്കോളർഷിപ്പ് കിട്ട് ഇന്ത്യയിൽ നിന്ന് സ്കോളർഷിപ്പ് മേടിച്ചു പോകുന്ന 18 പേരുണ്ട്. അതിലൊന്നായ ഞാൻ പറയാം. അങ്ങനെ പറക്കാൻ ശക്തമായ ചിറകുകൾ നിങ്ങൾ കൊടുക്കണം. ഒപ്പം എത്തിക്സ്, ഏറ്റവും നല്ല ഇന്റഗ്രിറ്റി, ഏറ്റവും നല്ല പാഠവങ്ങളുള്ള റൂട്ട് മക്കൾക്ക് കൊടുക്കണം. അവിടെ ഈശ്വരനെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. പേരൻസ്, ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ സത്യസന്ധമായ ഉത്തരം പറയുമോ? നോക്കട്ടെ സാർ, ചോദ്യം അനുസരിച്ചിരിക്കും. മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പേരൻസിന് ഒന്ന് കൈവക്കി. കൊള്ളാം സാർ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ശരി, അവസാനമായി അതിലൊരു ഇൻസൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്താണ് പ്രാർത്ഥന? അമ്പലങ്ങളിൽ പ്രതിഷ്ഠയുണ്ടാകും. ആ പ്രതിഷ്ഠയുടെ രൂപങ്ങൾ ഇങ്ങനെയാണ്. അത് കൺവേ ചെയ്യുന്ന മീനിങ് തഥാസ്തു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന്. അത് തന്നെയാണ് ചർച്ചിൽ ഞങ്ങൾ ഓരോരുത്തരും മുസ്ലിം സമുദായം ഇമാമിയങ്ങൾ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങനെ തന്നെ സ്വീകരിക്കട്ടെ, ആമീൻ, ഇതെല്ലാം ഒന്ന് തന്നെ. പക്ഷെ നമ്മൾ എങ്ങനെയാ ദേവാലയത്തിൽ നേരെ ചെല്ലും, കാണാം ഈശ്വര അപ്പുറത്തെ ശിവൻകുട്ടിയുടെ മോൻ, അവൻ ഇപ്പോഴും എപ്ലസ് കിട്ടി, എന്റെ മോൻ ഇപ്പോഴും കിട്ടിയില്ല. എന്താണ്? തഥാസ്തു, അങ്ങനെ തന്നെ ആകട്ടെ. അടുത്ത 10 തലമുറ അങ്ങനെ തന്നെ ഇരിക്കും. വളരെ ശ്രദ്ധിക്കണം. എനിക്ക് ഈ വേദിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്
ഞാനൊരു 2 മണിക്കൂർ ഈ കുട്ടികളുമായിട്ട് പങ്കിട്ടിട്ടുള്ളൂ. പക്ഷെ അതിന് നന്ദിയോടെയാണ് അരുൺ സാർ ഈ വേദിയിൽ സംസാരിച്ചത്. ആ നന്ദിയാണ് അദ്ദേഹത്തിന്റെ പോളിസി എന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. വളർന്നതിൽ ഈശ്വരൻ ഇനിയും വളർത്തും, ഉറപ്പായിട്ട് വളർത്തും. അത് ഖുർആനിന്റെ വചനമാണ്. ആര് നന്ദി കാണിക്കുന്നോ ഞാൻ അവരെ വളർത്തും. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന നന്ദിയായിരിക്കും. ഓരോ അമ്മമാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായി കൈവയ്ക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ വചനം, ഈശ്വര എനിക്ക് നീ ഒരു മോനെ തന്നു, ഐ എം ഹാപ്പി. പിന്നെ ചോദിച്ചു, മോന് ഒരു ഓർമ്മശക്തിയുണ്ട്, നീ അത് വർദ്ധിപ്പിച്ചു കൊടുക്കണം. മോന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്ന് നീ അത് നന്നാക്കി തരണം. സോ ദാറ്റ് നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും. ആൻഡ് മക്കളെ, നമ്മൾ ഇവിടുത്തെ അധ്യാപകർക്ക് നമ്മൾ എന്ത് കൊടുക്കും? Can I have all the teachers on stage? Can I have all the teachers on stage, please? ഒന്ന് ഓടി വായോ. Can I have all the teachers on stage? All the teachers. നിങ്ങളെ പഠിപ്പിച്ച എല്ലാവരും അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ പേര് വിളിക്കണം. വിളിച്ചോ പേര് വിളിച്ചോ. അടുത്ത നമ്മളെ ലാസ്റ്റ് വിളിക്കും, പഞ്ച് കളഞ്ഞു. Very വായോ. Can I have all the teachers on stage, please? എത്തിയോ? മക്കളെ ചെക്ക് ചെയ്യും. പേര് വിളിച്ചോ. വിളിക്കും, ഒച്ചത്തിൽ വിളിക്കും, അവരെ കേൾക്കട്ടെ. ഓക്കെ, അപ്പോ നമുക്കൊരു കിട്ടിയ ആക്ടിവിറ്റി ചെയ്താലോ? Can all the students stand up? എക്സും പുതിയതും എല്ലാം കിട്ടില്ല സല്യൂട്ട് അങ്ങവർക്ക് കൊടുത്താലോ? റെഡിയാണോ? സാർ പഴയ NCC ആണ്, അതുകൊണ്ട് ഒരു ചെറിയ ഒരു പഴയ സ്പിരിറ്റ് ഇല്ലെങ്കിലും സാർ ഒരു കുഞ്ഞ് സ്റ്റാൻഡേർഡീസ്, ഒരു കുഞ്ഞ് അറ്റൻഷൻ, ഒരു കുഞ്ഞ് സല്യൂട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുമോ? ഉറപ്പാണോ? അതവർക്ക് ഇഷ്ടപ്പെട്ടാല് അവരുടെ ഉള്ളിൽ ഒരു കുളിർമയാൽ തണുക്കും. ആ തണുപ്പ് നമ്മൾ വളർത്തും. റെഡിയാണോ? യെസ് ആണോ? അപ്പോ പഴയ സ്റ്റാൻഡേർഡീസ് ഓർമ്മ ഉണ്ടാവും, കാലൊന്ന് വൈഡനാവുക. പഴയ അറ്റൻഷൻ ഓർമ്മ ഉണ്ടാവും, കാലൊന്ന് ശരിയാവുക. റൈറ്റ് ഹാൻഡിൽ കൊണ്ടൊരു സല്യൂട്ട് കൊടുക്കാം. Here we go. Please. Attention. Salute. Salute and സ്വീകരിച്ചെടുക്കാം. Thank you so much. Now, ഒരു മികച്ച കൈയടി കൊടുക്കാൻ നമുക്കിരിക്കാം. ഓഡിറ്റോറിയം വൈബ്രേറ്റ് ചെയ്യുക. നല്ലൊരു ഹൗളിംഗ് സൗണ്ട് കൊടുക്കാം. ടീച്ചേഴ്സിനെ പ്രൗഡ് ആക്കോ? മതിടാ, ലൈഫ് സെറ്റിൽ ആയി. താങ്ക് യു സോ മച്ച്. ആദ്യമായി അരുൺ സാറിന് എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ വലുതാക്കി ഇതുവരെ എത്തിയ നിങ്ങളുടെ പാരൻസ്, ടീച്ചേഴ്സ്, ഈ സ്ഥാപനത്തിന്റെ വെളിച്ചമായ അരുൺ സർ, എല്ലാവർക്കും എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ